ഒരിക്കൽ മാതാ പാർവതി തന്റെ ബാല്യകാലത്ത് അമ്മയോടൊപ്പം ഒരു ഋഷിയുടെ ആശ്രമത്തിൽ പോയിരുന്നു. ആശ്രമത്തിൽ കളിക്കുമ്പോൾ പാർവതി ദേവിക്ക് ഒരു പ്രത്യേക സ്ഥലം വളരെ ഇഷ്ടമായിരുന്നു. അവൾ വീണ്ടും വീണ്ടും അവിടെ കളിക്കാൻ പോകുമായിരുന്നു. അമ്മ അവളെ ശാസിച്ച് തിരികെ കൊണ്ടുവന്ന് ഋഷിമാരുടെ അടുത്ത് ഇരുത്തുമായിരുന്നു. എന്നാൽ അമ്മ മറ്റെന്തെങ്കിലും ജോലിയിൽ മുഴുകുമ്പോൾ പാർവതി ദേവി വീണ്ടും അതേ സ്ഥലത്ത് കളിക്കാൻ പോകും. ഇത് കണ്ട ഋഷിമാരിൽ ഒരാൾ പറഞ്ഞു, തീർച്ചയായും ആ സ്ഥലത്ത് എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് പാർവതി ദേവി വീണ്ടും വീണ്ടും അവിടെ പോകുന്നത്. ഒരു ദിവസം ഈ രഹസ്യം കണ്ടെത്താൻ വേണ്ടി ഋഷി തന്റെ ശിഷ്യരോട് ആ സ്ഥലം കുഴിക്കാൻ പറഞ്ഞു. അവിടം കുഴിച്ചപ്പോൾ അവർക്കൊരു ഡമരു ലഭിച്ചു. എല്ലാ ഋഷിമാരും ശിഷ്യന്മാരും ചേർന്ന് ആ ഡമരു അനക്കാൻ ശ്രമിച്ചു. പക്ഷെ ആർക്കും അതിന്റെ ഒരു ഇഞ്ച് പോലും അനക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഋഷിക്ക് മനസ്സിലായി, ഇത് സാധാരണ ഡമരു അല്ല. അദ്ദേഹം പറഞ്ഞു, ഇത് സാക്ഷാൽ ശിവന്റെ ഡമരുവാണ്. മഹാദേവന് മാത്രമേ ഇത് ഉയർത്താൻ കഴിയുകയുള്ളൂ. ഇത് പറഞ്ഞ് എല്ലാ ഋഷിമാരും അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് എല്ലാവർക്കും അതേ ഡമരുവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഡമരുവിന്റെ ശബ്ദം കേട്ട് എല്ലാവർക്കും മഹാദേവൻ എത്തിയെന്ന് തോന്നി. അങ്ങനെ അവർ ആ സ്ഥലത്തെത്തിയപ്പോൾ ശിവന്റെ ആ വലിയ ഡമരു മറ്റാരുമല്ല, കൊച്ചു കുട്ടിയായ മാതാ പാർവതിയാണ് ആ ഡമരുവിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്നത്. അവർ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് കണ്ട ഋഷിമാർക്കും ശിഷ്യന്മാർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവർ അത്ഭുതത്തോടുകൂടിയും ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ കുഞ്ഞു കാലുകളിൽ പ്രണമിച്ചു. ആദിശക്തിയുടെ ലീലാവിലാസങ്ങൾ കണ്ട് അവർ ഭക്തി നിർഭരരായി. ഓം ഗൗരി ശങ്കരായ നമഃ.